ാണെന്ന് തോന്നുന്നു. 23 വേലങ്ങാടനാണെന്ന് തോന്നുന്നു. അതെ, വേലങ്ങാട് അത് കടന്നുപോയി. രണ്ടാമതായിട്ട് 22 കോടിമത കടന്നുപോയി. 24 വള്ളം മൂഴിയും കടന്നുപോയി. അങ്ങനെ വേലങ്ങാടനും കോടിമതയും മൂഴിയും തമ്മിലുള്ള പോരാട്ടം, ഉജ്ജ്വലമായ പോരാട്ടം. അവരങ്ങനെ തുഴയെറിഞ്ഞ് ഫിനിഷ് ചെയ്ത് വേലങ്ങാടനും കോടിമതയും മൂഴിയും കടന്നുപോയി. ജഡ്ജസാണ് വിധി നിശ്ചയിക്കേണ്ടത്. അങ്ങനെ ചുരുളം വള്ളങ്ങളുടെ ഫൈനൽ മത്സരവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നടക്കേണ്ടത് വെപ്പ് ബി ഗ്രേഡ് ഫൈനൽ മത്സരമാണ്. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ വെപ്പ് ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം ഇതാ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ പിജി കരിപ്പുഴയാണ്. കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് നടുഭാഗം ലെവിൻ ജെ ജോസ് ക്യാപ്റ്റനും ജിതിൻ കെ ജോസ് ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള പി ജി കരിപ്പുഴ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ വള്ളമില്ല. മൂന്നാം ട്രാക്കിൽ 69ാം നമ്പർ വള്ളം പുന്നത്തറ പുരയ്ക്കൽ കമണ സിറ്റി വിജി ശമം ക്യാപ്റ്റനും ബിബിൻ പി ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള പുന്നത്തറ പുരയ്ക്കൽ മൂന്നാം ട്രാക്കിൽ. നാലാം ട്രാക്കിൽ 68ാം നമ്പർ വള്ളം ചിറമേൽ തോട്ടുകളവൻ ശ്രീ ശക്തീശ്വരത്തപ്പൻ നാടാശ നദീഷ് ക്യാപ്റ്റനും ബിനോയ് കെ എം ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള ചിറമേൽ തോട്ടുകടകവനും. അങ്ങനെ 3 തുഴയെറിഞ്ഞ് എണ്ണം പറഞ്ഞ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള വെപ്പ് ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം ഇതാ വാട്ടർ സ്റ്റേഡിയത്തിൽ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിക്കുവാൻ പോവുകയാണ്. വെപ്പ് ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും ഫൈനൽ ആവേശം നിറയുകയാണ്. സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ ഒപ്പം കൂട്ടായ്മയുടെ ഈ ജലോത്സവം അത് ഏറ്റവും കുളിരേകുന്ന കാഴ്ചയാണ്. മാനം തെളിഞ്ഞു, കാർമേഘം ഒഴിഞ്ഞു. എന്തിനായിരിക്കാം ആ സൂര്യൻ ഉദിച്ചത്? പുതിയ ജലചക്രവർത്തിയെ, പുതിയ ജലരാജാവിനെ വരവേൽക്കാനായാണ് തോന്നുന്നു. കാർമേഘങ്ങളെ മാറ്റി നിർത്തി സൂര്യനെത്തുകയാണ്. ആ വെളിച്ചം തെളിഞ്ഞു, ആകാശം നിറയെ വെളിച്ചം നിറയുമ്പോൾ സ്വാഭാവികം അത് രാജാവിന്റെ എഴുന്നള്ളത്ത് കാത്താണ്. പുതിയ വെളിച്ചം ഉയരുകയാണ്. അത് പുതിയ പേരിലാകുമോ കിരീടം എന്ന് മാത്രമാണ് ഇനി കാത്തിരിപ്പ്. എന്താണെങ്കിലും ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് വെപ്പ് ബി ഗ്രേഡ് ഫൈനൽ മത്സരമാണ്. പി ജി കരിപ്പുഴ വള്ളത്തിന്റെ പേര് പി ജി കരിപ്പുഴ. ഒന്നാം ട്രാക്കിൽ, രണ്ടാം ട്രാക്കിൽ വള്ളമില്ല. മൂന്നാം ട്രാക്കിൽ പുന്നത്തറ പുരയ്ക്കൽ. നാലാം ട്രാക്കിൽ ചിറമേൽ തോട്ടുകടവൻ. നാലാം ട്രാക്കിൽ ചിറമേൽ തോട്ടുകടവൻ. ഈ 4 വള്ളങ്ങൾ, 3 വള്ളങ്ങളാണ് വെപ്പ് ബി ഗ്രേഡ് ഫൈനൽ മത്സരത്തിനായി പോരാട്ടത്തിനിറങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ ആ ഫൈനൽ മത്സരം ആരംഭിക്കുന്നു. നമ്മൾ പക്ഷേ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ. അതെന്താണ്? ആ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടമാണ്. ഏതൊക്കെ ട്രാക്കിൽ ഏതൊക്കെ വള്ളങ്ങൾ? ശരണ്യ പറയും. ഏതൊക്കെ ട്രാക്കിൽ ഏതൊക്കെ വള്ളങ്ങൾ? ചുണ്ടൻ വള്ളങ്ങളുടെ പുതിയ രാജാവിനെ കണ്ടെത്തുമ്പോൾ ആരൊക്കെ ഏതൊക്കെ ട്രാക്കിൽ മത്സരിക്കും ശരണ്യ? ഒന്നാമത്തെ ട്രാക്കിൽ വരുന്നത് 4ാം സ്ഥാനത്ത് വന്ന മേൽപ്പാടം ചുണ്ടനാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 4.22 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത മേൽപ്പാടമാണ്, പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടമാണ് ഒന്നാമത്തെ ട്രാക്കിൽ വരുന്നത്. രണ്ടാമത്തെ ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബ്ബ് 2ാം സ്ഥാനത്ത്, അതായത് ഏറ്റവും മികച്ച രണ്ടാമത്തെ ടൈമാണ് നിരണം കുറിച്ചത്. 4.21 ആണ്. 4.21 സെക്കൻഡാണ് നിരണം കുറിച്ചിട്ടുള്ളത്. മൂന്നാം ട്രാക്കിൽ വരുന്നത് ഇത്തവണ ഈ നടന്ന ഹിറ്റ്സുകളിൽ ഏറ്റവും മികച്ച ടൈം കുറിച്ച നടുഭാഗം ചുടരുന്നാണ്. നമുക്കറിയാം, നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലേക്ക് നെഹ്റു ആവേശത്തോടെ ചാടിക്കയറിയ വള്ളം ഇന്ന് കുറെ കാലത്തിന് ശേഷം നടുഭാഗം ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട നെഹ്റു ട്രോഫി ഇത്തവണ നടുഭാഗം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. അതിനേക്കാളും വിയപുരം തൊട്ടടുത്ത് കാരിച്ചാലിന് തൊട്ടടുത്തെത്തിയതാണ്. കഴിഞ്ഞ വർഷം കണ്ണീരോടെ പോയ പല ആൾക്കാരും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. നടുഭാഗം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഫിനിഷിംഗ്. 4.20 സെക്കൻഡ്, 4 മിനിറ്റ് 20 സെക്കൻഡിൽ നടുഭാഗം ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ ട്രാക്കിൽ പുന്നമട ബോട്ട് ക്ലബ്ബ് തുടയുന്ന നടുഭാഗമാണ്. 4ാമത്തെ ട്രാക്കിലേക്ക് വന്നാൽ വിയപുരമാകുന്നു. കണ്ണീരോടെ പോയ വിയപുരം, ആ വിയപുരം മടങ്ങി വന്ന് കപ്പെടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. BBC-യുടെ ഏറ്റവും നല്ല ടൈമുകളിലൊന്ന് 4 മിനിറ്റ് 21 സെക്കൻഡ് കുറിച്ചുകൊണ്ടാണ് 4ാം ട്രാക്കിൽ വിയപുരം അണിനിരക്കാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം,
ഇത്തവണ ഓളപ്പിരപ്പിന് തീപാറുമെന്ന് പറയുന്നത് വെറും ആലങ്കാരികമാകില്ല, മറിച്ച് അങ്ങേയറ്റം ഉദ്യോഗജനകമാണ് ഈ മത്സരം. ഉറപ്പായിട്ടും നടുഭാഗം മറ്റുള്ളവരുടെ നടുവൊടിക്കുമോ അതോ മേൽപ്പാടം ഏറ്റവും മേലേക്ക് കയറി വരുമോ, നിരനിരയായി മുന്നിലേക്ക് കയറി വരുമോ, തുടക്കാർ ഒന്നൊന്നായി തുണിയെറിയുമ്പോൾ നിരണത്തിന്റെ കുതിപ്പുണ്ടാകുമോ, അതോ വിയപുരമായിരിക്കോ, വി ഫോർ വിക്ടറി, വി ഫോർ വിയപുരം ആയിരിക്കുമോ? കാത്തിരിക്കണം. ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരത്തിനുള്ള സമയം ഇനി അധികമില്ല. നെഹ്റുവിന്റെ ആ സ്വർണ്ണ പ്രതിമയെ സാക്ഷി നിർത്തി ആരായിരിക്കും നെഹ്റു ട്രോഫി കിരീടമുയർത്തുക? അതൊരു പുതിയ ചുണ്ടനായിരിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. പുത്തനൊരു ചുണ്ടൻ വരികയാണെങ്കിൽ അത് നിരണമാണ് അല്ലെ? പുതിയൊരു ചുണ്ടൻ കിരീടമുയർത്തുകയാണെങ്കിൽ നിരണമല്ലേ? അതെ, നിരണം. പത്തനംതിട്ടയിൽ നിന്നുള്ള നിരണം ചുണ്ടനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആവേശകരമായ പുത്തൻ ചുണ്ടൻ ഗുണം കിട്ടുന്ന ചുണ്ടൻ കൂടിയാണ് നിരണം എന്നുള്ളതാണ്. നിരണത്തിന് അങ്ങനെ ഒരു പ്രാധാന്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അപ്പോൾ പോലും ഏറ്റവും മികച്ച സമയം കുറിച്ചിരിക്കുന്നത് നടുഭാഗമാണ്. നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്ത പള്ളാത്തുരുത്തി 4ാം സ്ഥാനത്തേക്ക് ഈ ടൈമിൽ പോയി എന്നതാണ്. അതാണ് നെഹ്റു ട്രോഫിയുടെ ത്രിൽ. അതാണ് നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മൾ പ്രവചിക്കുന്നതല്ല. ആ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് കിട്ടുന്ന ഒരു ഭാഗ്യം, ആ ഒരു തുഴയിൽ വീഴുന്ന ഒരു വേഗത, അതെല്ലാം ആ ചിറമുറിയുന്ന സമയത്ത് കിട്ടുന്ന ഒരു ആയം, അതൊക്കെ നെഹ്റു ട്രോഫിയിൽ വിജയത്തിലേക്ക് വരുന്നു. അവസാന ലാപ്പിൽ എപ്പോഴും വിസ്മയം കുറിച്ചുകൊണ്ട് പള്ളാത്തുരുത്തി തുഴഞ്ഞു കയറാറുണ്ടെങ്കിൽ ഇത്തവണ അവർ തുഴഞ്ഞ് 4ാം സ്ഥാനത്തേക്ക് പോയി. ഈ 4ാം സ്ഥാനം എന്നത് അവരെ വേദനിപ്പിക്കുന്നുണ്ടാകും, ഉറപ്പായും വേദനിപ്പിക്കുന്നുണ്ടാകും. അതിന്റെ റിവഞ്ച് അവർ, അതിന്റെ പ്രതികാരം അവർ ഈ ഫൈനലിൽ തീർക്കുമോ എന്ന് വേണം നമ്മൾ കാത്തിരുന്ന് കാണാൻ. ഉറപ്പായും ഫൈനലിൽ ഒരു പക്ഷേ മറ്റൊന്നായിരിക്കാം ഗതി, കഥ മറ്റൊന്നായിരിക്കാം, കഥ മാറാം, ഗതി മാറാം. ഈ ആദ്യ 4 സ്ഥാനക്കാർ, ഹീറ്റ്സിലെ ആദ്യ 4 സ്ഥാനക്കാർ എന്നതിനപ്പുറം ഇതൊരു പുതിയ ഫ്രഷ് സ്റ്റാർട്ടാണ്, പുതിയൊരു തുടക്കമാണ്. ഫൈനൽ എന്നാൽ പുതിയൊരു തുടക്കമാണ്. ആ പുതിയൊരു തുടക്കത്തിൽ ആരായിരിക്കും നേട്ടമുണ്ടാക്കുക? അത് മേൽപ്പാടമാണോ, നിരണമാണോ, നടുഭാഗമാണോ, വിയപരമാണോ എന്നൊക്കെയാണ് അറിയേണ്ടത്. എന്നാലും ഇപ്പോൾ വെബ് ബി ഗ്രേഡ് ഫൈനൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ട്രാക്കിൽ ഇപ്പോൾ നെട്ടായത്തിൽ തുഴഞ്ഞെത്തുന്നത് വെബ് വള്ളങ്ങളാണ്. അതിന് ബി ഗ്രേഡ് മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. ABC എന്നിങ്ങനെ 3 തരത്തിലാണ് വെബ് മത്സരങ്ങളുള്ളത്. അതിൽ ബി ഗ്രേഡാണ് ഇപ്പോൾ നിലനിർത്തുന്നത്. 3 ട്രാക്കിലായി 3 വള്ളങ്ങൾ. 1ാം ട്രാക്കിൽ PG കരിപ്പുഴ, 2ാമത്തെ ട്രാക്കിൽ വള്ളമില്ല, 3ാമത്തെ ട്രാക്കിൽ പുന്നത്ര പുരക്കൽ കവണ സിറ്റി ക്ലബിന്റെ പുന്നത്ര പുരക്കൽ. 1ാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്ന PG കരിപ്പുഴ തുഴയുന്നത് കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് നടുഭാഗം. 3ാമത്തെ ട്രാക്കിൽ പുന്നത്ര പുരക്കൽ കവണ സിറ്റി. 4ാമത്തെ ട്രാക്കിൽ ചിറമേൽ തോട്ടുകടവൻ ശ്രീ ശക്തി സുരത്തപ്പന്റെ ചിറമേൽ തോട്ടുകടവൻ. വ്യക്തമാണ്, ഇത് 1ാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്ന PG കരിപ്പുഴ അല്ലെങ്കിൽ 3ാമത്തെ ട്രാക്കിലെ പുന്നത്തറ. ആരാണ്? ഒപ്പത്തിനൊപ്പം രണ്ടുപേരും വിജയമവകാശപ്പെടുന്നുണ്ട്. PG കരിപ്പുഴയും വിജയമവകാശപ്പെടുന്നു, പുന്നത്തറ പുരക്കലും വിജയമവകാശപ്പെടുന്നു. ചിറമേൽ തോട്ടുകടവന് പിന്നിലാണ് ഫിനിഷ് ചെയ്തവർക്ക് ബോധ്യമുണ്ട്. പക്ഷേ 1ാം സ്ഥാനത്തിനായി അത് ഫോട്ടോ ഫിനിഷ് വേണ്ടി വരും. ഫോട്ടോ ഫിനിഷിൽ വീണ്ടും ഫോട്ടോ ഫിനിഷിലും തീരില്ല എന്ന് തോന്നുന്നു. ഫോട്ടോ ഫിനിഷും തീരില്ല. ഒപ്പത്തിനൊപ്പമാണ് PG കരിപ്പുഴ, പുന്നത്ര പുരക്കൽ, രണ്ടുപേരും ഒപ്പത്തിനൊപ്പം. ആവേശകരമായിട്ടുള്ള വെബ് ബി ഗ്രേഡ് ഫൈനൽ. എനിക്ക് തോന്നുന്നു